ഗായകനായ ജയചന്ദ്രൻ്റെ ചരമം പ്രതീക്ഷിതമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചരമം എനിക്ക് നഷ്ടബോധവും അഗാധമായ ദുഃഖവും ഉളവാക്കുന്നു. അറിഞ്ഞ കാലം മുതൽ അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വ്യക്തിയാണ്. ഗായകൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നും ഓരോ രീതിയിലാണ് ഹൃദയത്തെ സ്പർശിക്കുന്നത്. അദ്ദേഹം ഒരു ഗാനത്തിൽ പറയുന്നത് പോലെ ഏകാന്തപഥികൻ. അദ്ദേഹം സംഗീത ലോകത്തിൽ ഏകാന്തപഥികനായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഞാനും ഏകാന്തപഥികനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഇത്രയധികം സ്നേഹത്തോടുകൂടി എനിക്ക് കാണാനും ഹൃദയത്തിൽ സ്ഥാപിക്കാനും സാധിച്ചിട്ടുള്ളത്. എല്ലാ ഗാനങ്ങളും ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിലും ജയചന്ദ്രന് സംഗീത ലോകത്തിൽ അദ്ദേഹത്തിൻ്റേതായ വ്യക്തിവൈശിഷ്ട്യം ഗാനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹം പഴയ സൈഗാളിനെ പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ സംഗീതം പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവം അതാണ്. ഞാനിപ്പോഴും സൈഗാളിൻ്റെ ഗാനം കിടക്കാൻ നേരത്തെ ഇരിക്കാൻ നേരത്തൊക്കെ ഓർമ്മിക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ ആ ഗാനം ഉയരാറില്ല. കാരണം സംഗീതം ലോകത്തിലെ ഈശ്വരതുല്യമായ കലയാണ്. മറ്റൊരു കലയ്ക്കും സംഗീതത്തോട് കിടപിടിക്കാൻ സാധിക്കില്ല, ഞാൻ സാഹിത്യാസ്വാദകനാണെങ്കിലും. അതുകൊണ്ട് ആ ഈശ്വരതുല്യമായ കല ആത്മാർപ്പണത്തോടുകൂടി ഉപാസിച്ച് അദ്ദേഹം നേടിയ സിദ്ധിവിശേഷങ്ങൾ കേരള സംഗീത ആസ്വാദക ലോകത്തിന് അദ്ദേഹം നിർലോഭമായി നൽകുകയും അതിൻ്റെ വൈചിത്ര്യത്തോടുകൂടി അതിൻ്റെ ഒരിക്കലും ക്ഷയിക്കാത്ത സ്തോഭവിശേഷത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്മരണ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം അതുപോലെ അനശ്വരനായി ജീവിക്കും എന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു.